പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരിയേറെ വലിയ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ് പതിവ് പോലെ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്നത്തെ സാക്ഷ്യങ്ങളിൽ ചിലർ പറഞ്ഞു ഞങ്ങൾ പച്ച മെഴുകുതിരിയിൽ മാതാവിനെ കണ്ടു, അല്ലേ? മെഴുകുതിരി കത്തിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ളിൽ ഹൃദയം കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നണത്. ആ ബ്രദറാണെങ്കിൽ അതങ്ങ് ഭയങ്കരമായിട്ട് വിശദീകരിക്കുകയും ചെയ്യും. ഇതൊക്കെ ഒരു ബാലവാടി സാക്ഷ്യങ്ങളാണ്. ദൈവം ഇങ്ങനെയൊക്കെ ഒന്നും നമ്മളിൽ അടയാളം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിലവാരമുള്ള അടയാളങ്ങളാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണത്. ഏറ്റവും വലിയ അടയാളം എന്താണെന്ന് നമുക്കറിയാമോ? ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താ? കുരിശ. കുരിശിനേക്കാൾ വലിയ ഇല്ല. ഇഫ് യു ഹാവ് ക്രോസ് യു ആർ എ ക്രിസ്ത്യൻ എന്ന അർത്ഥം. നിനക്ക് കുരിശ് കയ്യിലുണ്ട് എന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നീ ക്രിസ്ത്യനാണെന്ന് അതിൻ്റെ അർത്ഥം. നമുക്ക് രണ്ടാമതൊരു അടയാളമുണ്ട്. അതെന്താ? കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ എന്തിൻ്റെ അടയാളമാണ്? വചനത്തിൻ്റെ അടയാളമാണ്. എപ്പോഴാണ് അമ്മ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്? നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അതാണ്, ആ വചനമാണ് ശരിക്കും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ആ വാക്കാണ് സാധാരണ മറിയത്തെ യേശുവിൻ്റെ അമ്മയായി മാറ്റണത്. യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായോ? യേശുവിൻ്റെ അമ്മ എന്ന് ഒരിക്കലും ഈശോ അവസാനം വരെ വിളിച്ചിട്ടില്ല. യേശുവിൻ്റെ ഇതാ നിൻ്റെ അമ്മ എന്ന് ഈശോ വിളിക്കണത് എപ്പോഴാണ്? കർത്താവിൻ്റെ ദാസിയായപ്പോഴാണ്. ദൈവത്തിൻ്റെ എല്ലാ രക്ഷാകര സംഭവങ്ങളെയും അതിന് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതിൻ്റെ മുഴുവനും ഇൻവെസ്റ്റ് ചെയ്ത് ആ കർത്താവിൻ്റെ ചോരയെ ചവിട്ട് എന്നുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിൻ്റെ ദാസിയെയാണ് കർത്താവിൻ്റെ അമ്മ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതെങ്കിലും കുരിശ് ദൈവപൈതലെ ഉടമ്പടിയിലെ നീ കർത്താവിൻ്റെ നാമത്തിലെടുത്താൽ നീയും കർത്താവിൻ്റെ അമ്മയാകും. ഇതാ ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ശിഷ്യന്മാരെ നിർത്തിക്കൊണ്ടാണ് പറയണത്, ഇതാണ് എൻ്റെ അമ്മ. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിച്ച എൻ്റെ അമ്മയെപ്പോലെ ഏത് കുരിശിൻ്റെ ചുവട്ടിലും അപ്പ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് അപ്പായ്ക്ക് നന്ദി പറയുന്നതാണ് കർത്താവിൻ്റെ അമ്മ. കൈയടിച്ച് കിടന്ന അമ്മയുടെ കണ്ണാടിയായി അമ്മയുടെ തിരുമുഖം പ്രതിഫലിപ്പിക്കുന്ന ഏതാണ്ട് ഒരു ശിഷ്യൻ മാത്രമേ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള. ഏറെക്കുറെ അമ്മയുടെ വിളിയും ദൗത്യവും നിലപാടും നയവും സമീപനവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ശിഷ്യൻ മാത്രമേ എന്നല്ല, ഒരു പ്രത്യേക ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. ആരാണെന്ന് പറയാമോ?
ഏക്കത്തില്ല, ഞാൻ ഏക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. വേറെ ഉണ്ടാള് ആരാ? സെന്റ് ലൂക്ക് പറഞ്ഞു, ജെയിംസ് പറഞ്ഞു, ഇനിയും പറയാം, തോമസ്, സെന്റ് ജോൺ. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് ആരാണെന്നറിയാവോ? അന്ത്രയോസിനെയാണ് ശരിക്കും. നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു ശിഷ്യനാണ്. എന്താണ് അന്ത്രയോസും അമ്മയും തമ്മിലുള്ളൊരു ബന്ധമെന്നറിയാവോ? നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളെല്ലാം കർത്താവിൻ്റെ ശിഷ്യന്മാരല്ലേ, ശിഷ്യകളുമാണ് അല്ലേ. അന്ത്രയോസ് ഒരു മോഡലാണ് ശരിക്കും. മരിയൻ ആധ്യാത്മികത പ്രതിഫലിപ്പിക്കുന്ന ഒരു ദർപ്പണമാണ് അന്ത്രയോസ്. അന്ത്രയോസ് അമ്മയും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. ഒന്ന്, അവർക്ക് ഭൗതിക സാഹചര്യം മനുഷ്യന് പരാധീനത വരുമ്പോഴേ കർത്താവിന് പരിഹരിക്കാൻ കഴിയുമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ആരാണ്? അമ്മയാണ്. രണ്ടാമത് തിരിച്ചറിഞ്ഞ ആളാരാണ്? അന്ത്രയോസാണ്. പറഞ്ഞു മനസ്സിലായ? ഇനി കണ്ട കുറേ അമ്മയും അന്ത്രയോസും തമ്മിൽ കുറേ ബന്ധമുണ്ട്. ഒന്ന്, ഇപ്പോൾ കാനായിലെ കല്യാണത്തിൽ ആ കുടുംബത്തിൻ്റെ അപമാനം വരാൻ പോളെന്ന് പറഞ്ഞപ്പോൾ അപമാനത്തിൻ്റെ ഭൗതിക സാഹചര്യത്തിൻ്റെ പരാധീനതയാണ് അപമാനത്തിന് കാരണമെങ്കിൽ അത് പരിഹരിക്കാൻ എൻ്റെ മകന് കഴിയുമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ ആരാണ്? അമ്മയാണ്. ഇത് തന്നെയാണ്. അതൊരു കുടുംബത്തിൻ്റെ കഥയാണെങ്കിൽ അന്ത്രയോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന 5000-ഓളം ജനങ്ങളാണ്. നേരെ സന്ധ്യയാകാൻ പോകണം അല്ലേ? ആ രംഗം അതിമനോഹരമാണ് ബൈബിളിലെ. അപ്പോഴേ ഇവർക്കെല്ലാം നമുക്ക് എവിടെ നിന്ന് ഭക്ഷണം കിട്ടുമെന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അന്ത്രയോസാണ് മറുപടി പറയണത്. എന്താ പറയണത്? ഇവിടെ ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പമുണ്ട്. ഈസ് ഇറ്റ് ഗുഡ് ഫോർ എനിത്തിങ്? അതുകൊണ്ട് എന്ത് ആകാനാണ്? അതാണ് 6:38. പക്ഷേ അന്ത്രയോസ് തന്നെ മറുപടിയും കണ്ടുപിടിക്കും. എന്താണ്? ഈ 5 അപ്പമാണെങ്കിലും അത് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ 5000 മനുഷ്യർ തീറ്റിപ്പോറ്റാൻ ദൈവത്തിൻ്റെ സംവിധാനത്തിൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവ് യേശു ക്രിസ്തു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പിന്നെ അമ്മയും അന്ത്രയോസും തമ്മിലുള്ള രണ്ടാമത്തെ ഒരു സാധർമ്മ്യം. ഒരു കാലത്തും അന്ത്രയോസ് ഏതെല്ലാം കഷ്ടപ്പാടുകളുടെ കൂട്ടത്തിലും ദൈവത്തെ അവിശ്വസിച്ചിട്ടില്ല. ഏതെല്ലാം കഷ്ടപ്പാടുകളുടെ കൂട്ടത്തിലും. ഇപ്പോൾ അന്ത്രയോസാണ് ആദ്യം പറയണത് പത്രോസിനോട്, വി ഹാവ് സീൻ മെസ്സിഹ, വി ഹാവ് ഫൗണ്ട് എന്ന ബൈബിളിൽ കിടക്കുന്നത്. കർത്താവുമായി സംസാരിക്കുന്നത് ആരാണ്? ആദ്യം അന്ത്രയോസാണ് ആദ്യം സംസാരിക്കുന്നത്. കർത്താവിൻ്റെ കൂടെ താമസിക്കുന്നത് ആരാണ്? ആദ്യം അമ്മ. കഴിഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ കൂടെ താമസിക്കുന്ന ശിഷ്യൻ്റെ കൂട്ടത്തിൽ ആരാണ്? അന്ത്രയോസ്, യോഹന്നാനോ. പക്ഷേ യോഹന്നാനല്ല സംസാരിക്കുന്നത് ആരാണ്? അന്ത്രയോസ് പറയും, ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ താമസിച്ചു, വി ഹാവ് ഫൗണ്ട് മിസ്സഹായ. കർത്താവിനെ കൂടെ താമസിച്ച ദിവസം തന്നെ 6:30 യോഹന്നാൻ 1:41 വി ഹാവ് ഫൗണ്ട് മിസ്സഹ, ഞങ്ങൾ രക്ഷകനെ കണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രാരാബ്ധങ്ങളും നമ്മൾ അന്വേഷിക്കേണ്ടത് ആരെയാണ്? രക്ഷകനെയാണ്, മെസ്സിഹയെയാണ് അന്വേഷിക്കുന്നത്. ഇഹത്തിലും പരത്തിലും നിത്യതയിലും ദൈവത്തിൻ്റെ അന്ത്യപരിഹാരമായ മിശിഹ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നമ്മളിവിടെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേൾക്കുകയാണ്. ഈ സാക്ഷ്യങ്ങൾ നാളെ നിങ്ങൾക്ക് ആൾക്കാരെ കയറി വലിയ സാക്ഷ്യങ്ങൾ പറയാൻ കഴിയും. പക്ഷേ സാക്ഷ്യങ്ങളുടെ എല്ലാ കാലാവസ്ഥകളിലൂടെയും സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മക്കളുടെ വിജയവും വീടിൻ്റെ സമാധാനവും അല്ല ലക്ഷ്യം. അതിനേക്കാൾ വലിയ ലക്ഷ്യം എന്താണ്? യേശുവായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെ യേശുവിന് ലക്ഷ്യം വെച്ചാൽ ഉടമ്പടിയുടെ ലക്ഷ്യം യേശുവാണേ. നിങ്ങൾ ശരിക്കും പഠിച്ചാൽ മനസ്സിലാകും.
ഉടമ്പടി ഒരു മരിയൻ പ്രെയർ അല്ല. എന്ത് പ്രെയറാണത്? ക്രിസ്റ്റോസെൻട്രിക് പ്രെയറാണ്. അതാണ് KCBC ചെയർമാൻ എഴുതിയിരിക്കുന്നത്. ഉടമ്പടി ഒരു ക്രിസ്റ്റോസെൻട്രിക് പ്രെയറാണ്, ക്രിസ്തു കേന്ദ്രീകൃതമാണ്. അതിൻ്റെ ലക്ഷ്യം ക്രിസ്തുവാണ്. അവൻ പറയണത് പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവൻ പറയണ പോലെ ചെയ്യുക എന്ന് വെച്ചാൽ അവൻ പറയണ പോലെ ജീവിക്കുക എന്ന് കൂടി അതിന് അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തുവാണ്. പ്രാർത്ഥിക്കുക, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ. അമ്മയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അമ്മയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവായിരുന്നു. അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴേ, അവൻ പറയുന്നത് പോലെ ഉടമ്പടി വഴി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ക്രിസ്തുവായിരിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അന്ത്രയോസിന്റെ ഗുരു വരെ ഒരിക്കൽ കർത്താവിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളാണ്. അന്ത്രയോസിന്റെ ഗുരു ആരായിരുന്നു? ഈശോ അല്ലായിരുന്നു, അല്ല, സ്നാപക യോഹന്നാനായിരുന്നു. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആയിരുന്നു അന്ത്രയോസിൻ്റെ ആദ്യ ഗുരു. യോഹന്നാൻ മാംദാനായുടെ ശിഷ്യനായിരുന്നു അന്ത്രയോസ്. അവിടെ നിന്നാണ് ഈശോയിലേക്ക് തിരിച്ചു വരണത് അദ്ദേഹം. പക്ഷേ യോഹന്നാൻ മാംദാന വിശ്വാസത്തിൽ ഇടർച്ച വന്ന ആളാണ്. അപ്പോഴും അന്ത്യം വരെ അന്ത്രയോസിന് ഇടർച്ചയില്ല. വിശ്വാസം എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇത് ഇടർച്ച വരണ ഒരു വിഷയമാണ്. എപ്പോഴെങ്കിലും ഇടർച്ച വന്നിരിക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും, ഇപ്പോൾ ഒരപ്പച്ചൻ സാക്ഷ്യം പറഞ്ഞില്ലേ, എൻ്റെ മകൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, എന്നോട് വിളിച്ച് സങ്കടപ്പെട്ടപ്പോൾ അവസാനം ഞാൻ തീരുമാനിച്ചു പകൽ ഞാൻ ഭക്ഷണം കഴിക്കത്തില്ലെന്ന്, ഇല്ലേ? ഏലം ആ മനുഷ്യൻ പട്ടിണി കിടന്ന് ചാകേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് കരുണ കാണിച്ച മകൾക്ക് ജോലി കൊടുത്ത്. പക്ഷേ അങ്ങേരോട് ഞാൻ പറയണ ഇതാണ്, വിശ്വാസമാണോ നിനക്ക് എപ്പോഴായാലും ഇടർച്ച ഉണ്ടാകും. വിശ്വാസത്തിൻ്റെ നേച്ചർ അതാണ്. വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇടർച്ച കിട്ടാതെ, നമുക്കിപ്പോൾ 1-ാം ക്ലാസ്സിലെ കുട്ടികളെ, 10-ാം ക്ലാസ്സിലെ കുട്ടികൾ +1 പോകണമെങ്കിൽ പരീക്ഷയില്ലേ ഉണ്ടാകുക. പരീക്ഷ ഒഴിവാക്കിക്കൊണ്ടൊരു പഠനമില്ല. ക്രിസ്തുവിനെ പഠിക്കുന്ന കൂട്ടത്തിൽ പരീക്ഷകൾ മസ്റ്റാണ്. ചിലപ്പോൾ നമ്മൾ തോക്കുകയും ചെയ്യും. തോറ്റാൽ വീണ്ടും നമ്മൾ എഴുതും, പിന്നെ നമ്മൾ ജയിക്കും. ഇങ്ങനെയാണ് നമ്മൾ പുരോഗമിച്ച് പോണത്. ക്രിസ്തുവാണ് വിഷയം. പരീക്ഷയുടെ വിഷയം എന്താ? ക്രിസ്തു. വിശ്വാസത്തിൻ്റെ വിഷയം എന്താ? ക്രിസ്തു. ജീവിതത്തിൻ്റെ വിഷയം എന്താ? ക്രിസ്തു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് യോഹന്നാൻ മാംദാനയ്ക്ക് വിശ്വാസത്തിൽ ഇടർച്ച ഉണ്ടായത് എപ്പോഴാ? ജയിലിൽ കിടന്നപ്പോഴാ. ഹെറോദോസ് പിടിച്ച് ജയിലിട്ടില്ലേ? ജയിലിൽ എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ ജയിലാണ്, അല്ലെ, റോമാക്കാരുടെ ജയിൽ. യഹൂദ സ്റ്റൈലിലുള്ള റോമൻ ജയിലാണ്. ദാറ്റ് മീൻസ് ഭൂമി തുറന്നിട്ട് അണ്ടർഗ്രൗണ്ടിലാണ്. ചുറ്റും ഭൂമി കുഴിച്ചിട്ടേ ഒരു കുഴിയിലാണ് കൊണ്ടുവരുന്നത്. കിണറിനകത്ത് കിടന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ജയിലിൽ കിടക്കണത്. അല്ലാതെ നമ്മളെപ്പോലെ അഴി വെച്ചിട്ടുള്ളൊരു മുറിയല്ല. ഭൂമി തുറന്നിട്ട് ആളെ കുഴിയിലിറക്കി നിർത്തിയിരിക്കുകയാണ്. ചുറ്റും ബന്ധൗസ് ചെയ്ത്. അപ്പോൾ അവിടെ കിടന്ന് മൂട്ടക്കടിയും ഭക്ഷണവുമില്ല, മലവും മൂത്രമൊക്കെ അവിടെയൊക്കെ ഒഴിച്ച് നാറ്റക്കേസായി ആകൃതം പിടിച്ച ജീവിതത്തിൽ യോഹന്നാന് വേദന കയറിയിട്ട് യോഹന്നാൻ ആദ്യം സംശയിച്ചത് ആരെയാണ്? കർത്താവിനെയാണ് സംശയിച്ചത്. ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽ മനുഷ്യൻ അപ്പോഴാണ് പരീക്ഷ വരണത്. യോഹന്നാൻ എന്താ ചോദിച്ചത്? വരാനിരിക്കുന്നവൻ നീയോ അതോ ഞങ്ങൾ മറ്റുള്ളവരെ അന്വേഷിക്കണമോ? കണ്ട എന്ത് തകർച്ചയാണെന്ന് നോക്കിയേ. നമ്മൾ ഇതുപോലെ തന്നെ കുഴി വീണ് കഴിയുമ്പോൾ നമുക്കും തോന്നും കർത്താവ് തന്നെയാണ് രക്ഷകനെന്ന് തോന്നും. ഇപ്പം പെരിച്ചാഴികൾ 7-ാം വർഷത്തിന് വരെ പോണ കാലമാണ്, ഇല്ലേ? എന്താണ് ഇതുപോലെ കുഴി വീണിട്ടാ? കുഴി വന്ന് വീഴുമ്പോഴാണ് വിഷയം. അതാണ് മത്തായിയുടെ സുവിശേഷം 11:3. വരാനിരിക്കുന്നവൻ നീയോ അതോ ഞങ്ങൾ മറ്റുള്ളവരെ പ്രതീക്ഷിക്കണോ? മറ്റുള്ളവരെ ആരും ഉണ്ടല്ലോ. എത്ര പൊയ് ദൈവങ്ങളുടെ മുമ്പിലാണ് ജനരാശികൾ കുമ്പിടണത്. മറ്റുള്ളവരെ പ്രതീക്ഷിക്കുകയാണ്. എപ്പോഴാണ്? കുഴി വീഴുമ്പോൾ. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ യാത്രയിൽ നമുക്കൊരു കുഴി പ്രതീക്ഷിക്കാം.
നീ വിശ്വാസിയാണെങ്കിൽ സ്വാഭാവികമായി നീയും ചോദിക്കേണ്ട ഒരു കാലം, ഞാനും ചോദിക്കേണ്ട ഒരു കാലം വരായിരിക്കുന്നു നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റുള്ളവരെ പ്രതീക്ഷിക്കണമോ? ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ മാന്താനയുടെ ശിഷ്യനാണ് അന്ത്രയോസ്. യോഹന്നാൻ മാന്താനൊക്കെ സംശയമുണ്ടായി. ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലെ ദുരിതങ്ങളിലെ വിശ്വാസത്തിൽ ഇടർച്ച വന്നു. പക്ഷേ അന്ത്രയോസിന് അപ്പോഴും ഇടർച്ചയില്ല. ഗ്രീക്കുകാർ വന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് യേശുവിനെ കാണണമെന്ന് പീലിപ്പോസിനോട് പറയുമ്പോൾ യേശുവിനെ കാണിക്കാൻ പറ്റിയൊരു ആൾ പീലിപ്പോസിന് മുമ്പിലുള്ളത് പത്രോസ് അല്ലായിരുന്നു, അന്ത്രയോസായിരുന്നു. സി ദ ഗോസ്പൽ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. എന്ത് മനോഹരമാണ് ബൈബിള്. ഗ്രീക്കുകാരെന്ന് പറയുന്നത് ആരാണ്? അന്നത്തെ സർവജ്ഞന്മാരാ. അവർ വന്ന് യേശുവിനെ കുറിച്ച് കേട്ടിട്ട് പറഞ്ഞു, വി വാണ്ട് സീ ജീസസ്, ഞങ്ങൾക്ക് മിശിഹായെ കാണണമെന്ന് പീലിപ്പോസിന് പറയുമ്പോഴേ പീലിപ്പോസ് നേരെ കൊണ്ടുവന്ന് യോഹന്നാനിയല്ല കൊടുക്കണത്. ഇവർക്ക് ഈശോനെ കാണണമെന്ന് പറയത്തില്ല. പത്രോസിനോടും വന്ന് പറയത്തില്ല ഇവർക്ക് ഈശോനെ കാണണമെന്ന്. അന്ത്രയോസിനെ പറയും ഈശോനെ കാണിക്കുന്നവനെ ആരാണെന്ന് പീലിപ്പോസിന് അറിയാം. അത് മിശിഹായെ കണ്ടവനാണ്. അവൻ അന്ത്യകാലം വരെ സംശയമില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അന്ത്രയോസിനെ പോലെ ജ്ഞാനത്തിലും സത്യത്തിലും വിശ്വാസത്തിന്റെ പരീക്ഷണങ്ങളിലും ഇടറാ നിൽക്കുവാൻ അഭിഷേകം നൽകണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് പറഞ്ഞിരുന്നു എന്താണ്? ഗുരുവിനേക്കാൾ വലിയ 10:14 മത്തായിയുടെ ശ്ലീഹായുടെ സുവിശേഷത്തിലെ 10:14 ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനില്ല. പക്ഷേ അന്ത്രയോസിനെ പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനാണ്. കാര്യം എന്താണ്? യോഹന്നാൻ മാന്താന പരീക്ഷണ കാലത്ത് വീണിട്ടും അന്ത്രയോസും കുരിശിൽ തന്നെ ഇറക്കപ്പെട്ട് മരിക്കണതാ അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ കുരിശോലും ഇടറാതെ നിന്നിട്ട് ഇവൻ തന്നെയാണ് മിശിഹായ അന്ത്യം വരെ ഏറ്റുപറഞ്ഞ ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മയിൽ നിന്ന് അന്ത്രയോസിലേക്കുള്ള ഈ സുവിശേഷ പാഠം ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ മനസ്സിൽ അന്ത്രയോസിൻ്റെ സ്ഥാനത്ത് നമ്മളും ഏത് കാലഘട്ടത്തിലും ഉടമ്പടി പ്രാർത്ഥന ഏതെങ്കിലും വിഷയങ്ങളിലെ ഒരു പരീക്ഷണം നേരിടുമ്പോൾ അത് അന്ത്രയോസിനെ പോലെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഈശോ തന്നെയാണ് മിശിഹ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവിനെ സാക്ഷ്യം വഹിക്കാനുള്ള അവസരമാണിത് കരുതിക്കൊണ്ട് സ്തുതിയുടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് കുറേ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതിലെ എല്ലാം യൂട്യൂബിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയാണ് അവിടെ ഇരുന്നത് അവിടെ വെച്ചെല്ലാം അവരെ ഇവിടുന്ന് കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം ഈശോയുടെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യപ്പെട്ടതും ഇവിടെ ആരാധന സമയത്ത് കൈവച്ച് പ്രാർത്ഥിച്ചവർ സൗഖ്യപ്പെട്ട അനേകം സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. ഇപ്പോഴും നമ്മൾ വീണ്ടും കാര്യം 2019 ദൈവം നമുക്ക് നൽകിയ പ്രത്യേക അനുഗ്രഹ വഴികളാണ് കൈവപ്പ് പ്രാർത്ഥന. കൈവപ്പ് പ്രാർത്ഥന ഉടമ്പടിയുടെ ഒരു ബാക്കി പ്രാർത്ഥനയാണ്. ഉടമ്പടിയുടെ ഒരു അനുഷ്ഠാന ക്രമമാണത്. അതുകൊണ്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 24:4 എബ്രാഹവും ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടോ, കേൾക്കാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഓർപ്പിക്കുന്നത്. ഉടമ്പടി പ്രകാരം എബ്രാഹാം തൻ്റെ മകൻ ഇസഹാക്കിന് ജീവിത പങ്കാളിയെ തിരക്കി ഭൃത്യനെ വിടുമ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തിട്ടാണ് വിടുന്നത്. കൈ ശരീരത്തിൻ്റെ ഭാഗത്ത് തുഴയുടെ അടിയിൽ വെച്ചു.
ഇങ്ങനെ കൈവെപ്പ് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ മാതാവ് വഴി ഈശോയോട് ചെയ്ത ഉടമ്പടിയാണ് നമ്മൾ ഓർക്കണത്. അതാണ് കൈവെപ്പ് പ്രാർത്ഥന, കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയുടെ അർത്ഥം. നമ്മൾ അടിവയറ്റി കൈവച്ചാലും നമ്മൾ പറയണത് എന്താണ്? അമ്മ വഴി ഈശോയോട് ചെയ്ത ഉടമ്പടി ഇപ്പോഴീ ആരാധന സമയത്ത് ഓർത്തുകൊണ്ട് എനിക്ക് സൗഖ്യം തരാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം തന്നെ അതല്ല, അച്ഛൻ ഇടയ്ക്ക് നിങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നുണ്ടല്ലേ. ഇപ്പോൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നല്ല ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം നമ്മളെ കേട്ട്, ഇന്നലത്തെ. അപ്പോൾ 25 അടി മുകളിൽ നിന്ന് വീണൊരു മനുഷ്യൻ്റെ 7 എല്ലുകൾ പൊട്ടി. അയാളിപ്പോൾ ഹോസ്പിറ്റലിൽ എടുക്കാതെ 5 ലക്ഷം രൂപ കൊടുക്കാനില്ലാത്തത് കൊണ്ട് അയാൾ പറഞ്ഞു എന്നെ വീട്ടിൽ കൊണ്ടുപോയാൽ മതി, ഞാൻ വീട്ടിൽ പോയി മരിച്ചോളാം. വീട്ടിൽ പോയി മരിച്ചോ എന്നുള്ളതാണ് അയാൾ ഉദ്ദേശിച്ചത്. വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് ഞാൻ കർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കുമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ വന്ന് ഉടമ്പടി ചെയ്തിട്ട് മെത്തി വീർത്ത് വയറുപോലെ ഇരിക്കുകയാണ്. സ്കാനിലൊക്കെ MRIയിലോട്ട് വിടാൻ പറ്റാത്ത രീതിയിൽ ബിസിലടിച്ച് പുറത്ത് വന്ന ആളാണ്. MRI ഡോക്ടർ സ്കാൻ ചെയ്യണ സമയത്ത് പറഞ്ഞായിരുന്നു, സ്കാനിങ്ങിൻ്റെ സമയത്ത് വല്ല കുഴപ്പം തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ അവിടെ ബിസിലടിച്ചേക്കണമെന്ന്. അങ്ങനെ അകത്ത് കയറിയപ്പോൾ തന്നെ പേടിച്ചു പോയി, എന്തോ വയറൊക്കെ വീർത്തിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഒരു അപകടം മരിക്കണ പോലെ തോന്നിയപ്പോൾ അയാൾ ബിസിലടിച്ചു. പിന്നെ പുറത്ത് കൊണ്ടുവന്നു. പിന്നെ പൈസ ഇല്ല, മരം വെട്ടി ജീവിക്കണതാണ്. അതുകൊണ്ട് അയാൾ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുകൊള്ളാൻ പറഞ്ഞ്. പക്ഷെ അയാളുടെ മനസ്സിൽ പറഞ്ഞ് അമ്മ എന്നെ ജീവിപ്പിക്കുമെന്ന്. കാര്യം അദ്ദേഹത്തിൻ്റെ പെങ്ങൾക്ക് നല്ല വിശ്വാസമായിരുന്നു. അവരോടൊന്ന് ഉടമ്പടി ചെയ്തിട്ട് കൊണ്ടുപോയി ഉടമ്പടി തൈലം നടുവിൽ തേച്ചു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞ് അമ്മ എന്നെ ഈ ആഗസ്റ്റ് 15 തീയതി എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. ആ ഡേറ്റ് തന്നെ കൃപാസനത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ് ഡേറ്റ്. എന്താ കാര്യം? ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഡേറ്റ് കേട്ടില്ലേ അല്ലേ? അതെന്ന് വെച്ചാൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെടുമ്പോൾ സമയത്തിന് മേൽ അമ്മയുടെ മധ്യസ്ഥ സ്വാധീനമാണ് നമ്മുടെ ഉടമ്പടിയുടെ ഒരു സബ്ജക്റ്റ്. അപ്പം അതുകൊണ്ട് ഇതൊരു വലിയ വിഷയമാണ്. നമ്മുടെ ഈ കാലത്ത് പുരുഷ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദാനമാണ്. ഈ മനുഷ്യൻ കറക്റ്റ് ആ 7 നടുവെല്ലും പൊട്ടിയതും ഉടമ്പടി തൈലത്താൽ മാത്രം സുഖപ്പെട്ടിട്ട് അമ്മ ഈ മനുഷ്യൻ എഴുന്നേൽപ്പിച്ച് നടത്തും. ആ മനുഷ്യൻ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ നേരിട്ട്. അത് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കേൾക്കണം, അതിമനോഹരമാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം എന്താണെന്നറിയാം. എപ്പോഴും നമ്മൾ കൃപാസനത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണതൊന്നുമല്ല കാര്യം. കാര്യം സമയഘടികാരം എന്താണെന്ന് സഭ പറയണം. അതാണ് വിഷയം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വെറുതെ ഒരു സിമ്പിളായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെടല്ലോ. ഹൃദയത്തിലെ സ്ഥാനത്ത് സമയഘടികാരം കാണിച്ച് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ അർത്ഥം നമുക്കാർക്കും പറയാനുള്ള യോഗ്യതയുമില്ല, അതിനുള്ള അധികാരവുമില്ല. അപ്പോൾ അധികാര സ്ഥാനങ്ങൾ, അതിനാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വരണത്. അപ്പോൾ രാവിലെയുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അത് നിങ്ങൾ മൊബൈലാക്കി എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ സീരിയസ് വിഷയത്തിന് പോകുമ്പോൾ, ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കോടതി പോയാലും ശരി നിങ്ങളവിടെ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ശരിയാക്കണം. കാരണം നമുക്ക് ഈ കാലത്ത് കിട്ടിയ ഒരു വലിയ ഒരു പിടിവള്ളിയാണത്, ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. അച്ഛന് ആദ്യം ചെയ്യണത് അടിവയറ്റിൽ തന്നെ കൈവെക്കുക. അടിവയറ്റിൽ എല്ലാവരും കൈവെക്കരുത്, അച്ഛൻ പറയണം. അതായത് സീരിയസ് രോഗം അടിവയറ്റിലുള്ളവരെ കൈവെക്കാവൂ. സീരിയസ് രോഗം എന്ന് പറയുമ്പോൾ അച്ഛൻ ഉദ്ദേശിക്കുന്നത് കുടലിലെ നീർക്കെട്ടൽ, കുടലിലെ ദ്രവിക്കൽ, കുടലിലെ ദൂരം വെക്കുക, അൾസർ, അതുപോലെ തന്നെ മൂത്രാശയത്തിൽ കല്ല്, കിഡ്നിയിലെ കല്ല്, അങ്ങനെയുള്ളവരാണ്. പിന്നെ ഗർഭാശയത്തിൽ സിസ്റ്റ്, ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ മുഴ, അല്ലെ പുറത്ത് മുഴ, കുട്ടികളില്ലാത്ത അവസ്ഥകൾ, പിന്നെ അരിസസ് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, ഫിഷ രോഗങ്ങൾ, ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഒക്കെ നമുക്ക് നിസ്സാരമല്ല. ഇല്ലാത്തവർക്കൊക്കെ ദൈവത്തോട് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. അത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടുപോകും. അതുകൊണ്ട് എൻ്റെ മക്കൾ അടിവയറ്റിൽ കൈവെക്കുക. നടുവേദനക്കാരുണ്ട്, അവരിപ്പോൾ അകമ്പറം കൈവെക്കണം. അനേകം നടുവേദനകൾ കർത്താവ് സുഖപ്പെടുത്തിയ സാക്ഷ്യം നമ്മൾ കേട്ടതാണ്.
അതുകൊണ്ട് നടുവിനൊരു കൈ, ഒരു കൈ അടിവയറ്റിൽ വെച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെ ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം. കർത്താവേ, അടിവയറ്റ് കൈവച്ചിരിക്കുന്നവര്, നടുവിന് കൈവച്ചിരിക്കുന്നവര്, ആ കൈകൾ കർത്താവേ നിന്റെ കൈകളായി മാറ്റിക്കൊണ്ട് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു, സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. നെഞ്ചുവേദനയുള്ളവര്, കരളിന് വീക്കമുള്ളവർ, ഫാറ്റി ലിവറുകാർ ഒക്കെ നെഞ്ചിൻ്റെ താഴെ കൈവെക്കുക. ഹൃദയരോഗികൾ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ, ഹൃദയത്തിന് പൾസ് കുറവുള്ളവർ, നിങ്ങൾക്കില്ലെങ്കിലും വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് യേശുനാമത്തിലാണ് നിങ്ങളുടെ ഹൃദയസ്ഥാനത്ത് കൈവെക്കേണ്ടതാണ്. ശ്വാസകോശ രോഗികൾ, വലിയ ശ്വാസം മുട്ടൽ ആസ്മ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ എല്ലാവരും തൊണ്ടയിൽ കൈവെക്കേണ്ടതാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out your spirit. കർത്താവേ, സ്പർശിക്കണമേ ഈശോ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിന്റെ അടയാളത്തില്, യേശു നാമത്തിൽ കൈവച്ചിരിക്കുന്ന വിഷയങ്ങള്, ആ രോഗങ്ങളെ യേശു നാമത്തില് സൗഖ്യം പ്രാപിക്കണേ. പ്രിയമുള്ളവരെ, ശിരസ് രോഗികൾ, ചെവി കേൾക്കാത്തവർ, കേൾവിക്കുറവുള്ളവർ, ഒരു ചെവി കേൾക്കാത്തവർ, കണ്ണിന് മയക്കമുള്ള, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, പ്രഷർ രോഗികൾ, മൂക്കിനുള്ളിൽ ദശ വളരുന്നവർ, ഇന്ന് നമ്മൾ കേട്ടതുപോലെ തലയ്ക്കുള്ളിൽ രക്തനാഡികളിൽ ബ്ലോക്കുള്ളവർ, കടുത്ത തലവേദനക്കാർ, എപ്പോഴും നീരിറക്കം വന്നിട്ട് പല്ലുവേദനയും ചെവിവേദനയും തൊണ്ടവേദനയും ഇൻഫെക്ഷൻസൊക്കെ മാറി മാറി വരുന്നവരെ ഒക്കെ കൈവച്ചുകൊണ്ട് ശ്രുതികട. ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ്, pour out your spirit. കർത്താവേ, വെച്ചിരിക്കുന്ന കൈകളെ നിന്റെ കൈകളായി നീ രൂപാന്തരപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, സൗഖ്യം അനുഭവിക്കട്ടെ. I command you, the name of Jesus Christ, be healed. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണിൻ്റെ കാഴ്ച ലഭിക്കുന്ന തിരിച്ചു കിട്ടുന്ന സന്ദേശമുണ്ട്. ചെവിയുടെ അതുപോലെ തന്നെ കൈകാലുകളെല്ലാം ഇങ്ങനെ ചൊറി പോലെ, ഇങ്ങനെ ചൊറിയല്ല, പക്ഷേ ഇങ്ങനെ മാംസം ഇങ്ങനെ അത്രയും ഭാഗത്തു നിന്ന് പൈസാവട്ടത്തിൽ അടർന്നു പോയിട്ട് അവിടെ പഴുപ്പുമില്ല, ചോര മാത്രം ഇരിക്കുന്ന ഒരുതരം പ്രത്യേകതരം തൊലി തടിക്കുന്ന രോഗങ്ങൾ, തൊലി വ്രണമാകുന്ന രോഗങ്ങളൊക്കെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. സ്രാവരോഗങ്ങളെ സുഖപ്പെട്ടിട്ടുണ്ട്. സ്രാവരോഗങ്ങളെന്ന് വെച്ചാൽ രക്തസ്രാവം ഉണ്ടാവും, മൂത്രം വിട്ടു പോകുന്ന അസുഖങ്ങളുണ്ടാകും, മറ്റ് പല വിഷയങ്ങളിലും സ്രാവം, ശരീരത്തിൻ്റെ നവദോരങ്ങളിൽ നിന്ന് ഓരോ സ്രാവങ്ങൾ വന്നില്ല, ചെവിയിൽ നിന്ന് പഴുപ്പ്, കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, ഇങ്ങനെയൊക്കെയുള്ള സ്രാവരോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ. Lord Jesus, power of your spirit, I command you, in the name of Jesus Christ, to be healed.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വാതരോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ നീർവീക്കങ്ങൾ, മുഴകൾ, അതിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഗ്രന്ഥികളുടെ പ്രവർത്തനമില്ലാത്ത അവസ്ഥകൾ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വേരിക്കോസിൻ്റെ അസുഖം, ശരീരത്തിലെ ചൊറി, ചിരങ്ങ്, അതുപോലെ തന്നെ വെള്ളപ്പാണ്ടുകൾ, പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ. നിങ്ങൾ കൈ ഇങ്ങനെ സ്വസ്തികയായി വെക്കുക. അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവ് കിഡ്നി രോഗങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. ആന്തരിക രോഗങ്ങൾ, ആന്തരിക അവയവ രോഗങ്ങൾ, അമ്മ മാതാവിന്റെ മധ്യസ്ഥതയില് നാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനാ സമയമാണ് ഇത്. പ്രാർത്ഥിക്കുന്നത് സാമ്പത്തിക കടമുള്ളവരെ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോകുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ചില രാജ്യങ്ങളിൽ നിന്ന് മാറിയതിൻ്റെ പേരിൽ പിന്നീട് ഒരു പരിശ്രമവും വിജയിക്കാത്തവർ, ഇതുപോലെയുള്ള വിദേശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയുള്ള യോഗ്യതാ പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വരുമാനമില്ലാത്തവർ, വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയവർ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. മക്കൾ വഴിപിഴച്ച സ്വഭാവമുള്ളവർ, തെറ്റായ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയി ജീവിതം ദുരീകരിക്കുന്നവർ, മദ്യപാനികൾ, മനോരോഗികൾ, അപസ്മാര രോഗികൾ, അയൽവാസികൾ തമ്മിൽ ഭിന്നമുള്ളവർ, കേസുള്ളവർ, ഭാഗവട്ടം നടക്കാത്തവർ, പലതരത്തിലുള്ള കേസുകളിലും തർക്കങ്ങളിലും പെട്ടുപോയവർ, പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വന്നു പോയവർ, ഇരുട്ട് മൂടിക്കിടക്കുന്ന കുടുംബങ്ങൾ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല പകച്ചു നിൽക്കുന്ന അവസ്ഥകൾ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, 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 സ്പർശിക്കണമേ. കർത്താവേ, ജീവിതത്തിന്റെ വിവിധങ്ങളായ ദുരിതങ്ങള്, ആന്തരിക ബന്ധങ്ങള്, ഭൗതിക ദുരിതങ്ങള് യേശുനാമത്തില് മാറിപ്പോട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം മൗനമായി രണ്ട് കാര്യങ്ങൾ ചെയ്യണം. കർത്താവിൻ്റെ മുമ്പിൽ അമ്മമാതാവിൻ്റെ മധ്യസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് ഓർത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, വീണ്ടും നിങ്ങളുടെ വിഷയങ്ങൾ, ഉടമ്പടി വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് ഏൽപ്പിക്കുക. ഈ വിഷയത്തിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമത്, ഡേറ്റുകൾ ഇടുക. ഇപ്പോഴേ എന്നെ ശ്രമിക്കുന്ന ലൈവ് പ്രോഗ്രാം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും മൊബൈലിൽ അവരുടെ ഡേറ്റ് അടിച്ചിടേണ്ടതാണ്. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിവാഹത്തിൻ്റെ ഡേറ്റ്, പ്രസവത്തിൻ്റെ ഡേറ്റ്, വീടിന് സ്ഥലം വാങ്ങിക്കുന്ന പ്രമാണത്തിൻ്റെ ഡേറ്റ്, അതുപോലെ തന്നെ കേസുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ്, പരീക്ഷകളുടെ ഡേറ്റ്, നിങ്ങളെ ബാധിക്കുന്ന നിർണായകമായ ഡേറ്റ് ആ സമയത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. നമ്മൾ
സമയത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയാണ് പരിശുദ്ധാമ്മ. ആകാത്ത സമയമാക്കിയെടുക്കാൻ അവൻ പറയണ പോലെ ചെയ്യാനാണ് ഉടമ്പടിയുടെ മർമ്മം. നിങ്ങളുടെ എല്ലാ സമയവും നിങ്ങൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ജീവിതം സമാധാനപൂർണ്ണമാക്കി നിങ്ങളെ ദൈവമഹത്വത്തിൻ്റെ ഉപകരണങ്ങളെ മാറ്റാൻ ആവശ്യമായ സാക്ഷ്യം ലഭിക്കാൻ സഹായിക്കുന്ന സമയങ്ങളെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലോർഡ് ജീസസ്, കർത്താവേ, സമയത്തിൻ്റെ മേൽ അധികാരിയായ ദൈവമേ, സമയത്തിൻ്റെ മേൽ മധ്യശക്തിയുള്ള അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓ ദിവ്യകാരുണ്യമേ. ആമേൻ. നേർച്ച വസ്തുക്കൾ എടുക്കുക. എല്ലാ നേർച്ച വസ്തുക്കളും എടുക്കുക. കൃപാസനത്തിൽ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ, കൃപാസനത്തിൻ്റെ നേർച്ച വസ്തുക്കൾ കൃപാസനത്തിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടി എടുക്കാത്തവരും പോകുമ്പോൾ കൃപാസനത്തിൻ്റെ ഏറ്റവും വലിയ നേർച്ചയാണ് പത്രം. ഉടമ്പടി എടുക്കാത്തവരും 50-100 പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി നിങ്ങളുടെ പ്രാർത്ഥന വിഷയം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടതാണ്. ഉടമ്പടി പുതുക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുക. നമുക്ക് 90 ദിവസമാണ് ഉടമ്പടിയുടെ സമയം, അല്ല ആജീവനാന്തമല്ല. 90 ദിവസമാണ്. അത് വാഗ്ദാന പേടകത്തിൻ്റെ സമയമാണ്. ഹൊബേദ് ഹെറോദിൻ്റെ വീട് വാഗ്ദാന പേടകം ഇരുന്നതും യേശപ്പത്തിൻ്റെ വീട്ടിൽ വാഗ്ദാന പേടകം ഇടുന്നതും അനുഗ്രഹം നൽകിയതും 90 ദിവസമാണ്. അപ്പോൾ 90 ദിവസം ആകുമ്പോൾ നമുക്ക് ഉടമ്പടി പുതുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഉടമ്പടി മുന്നോട്ട് പ്രൊസീഡ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ 90 പിന്നെ ആൾക്കാരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ഇപ്പം തന്നെയുണ്ട് 8, 9, 10, 13 സാക്ഷിയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഒരു ഉടമ്പടിയിൽ. അപ്പോൾ പിന്നെ എന്നാ ചെയ്യും അവർ? അടുത്ത വിഷയം അവർ അതിൻ്റെ അകത്ത് വെച്ചാണ് പുതുക്കണത്. പുതുക്കാൻ പിന്നെ അവർ എങ്ങനെയാണ് പുതുക്കണത്? നടന്ന കാര്യം മാറ്റിയിട്ട് അടുത്ത 2 കാര്യം വെച്ച് വീണ്ടും അത് പുതുക്കും. അപ്പോൾ 1ഉം 2ഉം അങ്ങനെ പുതുക്കി കിട്ടണതിന് പത്രത്തിൻ്റെ കാർഡ് മാത്രം മതി. അതാത് കാര്യങ്ങൾ വന്ന പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാർഡ് കാണിച്ചാൽ പുതുക്കി കിട്ടും. ഈസിയാണ്. 1ഉം 2ഉം പുതുക്കാൻ ഈസിയാണ്. 6ാം കൗണ്ടറിൽ പുതുക്കി കിട്ടും. പക്ഷേ 3 പുതുക്കാൻ ഈസിയല്ല. നിങ്ങൾ സാക്ഷ്യ അനുഭവം എഴുതി കൊടുക്കണം. സാക്ഷ്യ അനുഭവം എഴുതി കൊടുത്താൽ പോരാ, അത് ആ സാക്ഷ്യം പരിശോധിക്കുന്നവർക്ക് ബോധ്യപ്പെടണം. ഇത് ഈ ഉടമ്പടി പ്രകാരം തന്നെ കിട്ടിയിട്ടുള്ള സാക്ഷ്യമാണ്, ഉടമ്പടിയുടെ സ്വഭാവമുള്ള സാക്ഷ്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കോപ്പി അവിടെ എഴുതി മേടിക്കും, ഒരു കോപ്പി നിങ്ങൾ സൂക്ഷിക്കണം. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കുന്ന കോപ്പി നിങ്ങളുടെ ഉടമ്പടി പത്രത്തിൻ്റെ കൂടെ അടിച്ചു തരും. അതുമേ ഇവിടുത്തെ സൈനുണ്ടാവും, സീലും ഉണ്ടാവും. അപ്പോൾ സൈൻ ചെയ്യാൻ ഒരാൾക്ക് മാത്രമേ അധികാരമുള്ളൂ. അച്ഛൻ ചുമതലപ്പെടുത്തിയിരിക്കണം. എല്ലാവരും കയറി സൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സൈന് സീലടിച്ച് കഴിഞ്ഞാൽ 3 പുതുക്കണമെങ്കിൽ സാക്ഷ്യവും പറയണം, സാക്ഷ്യം എഴുതി കൊടുക്കണം, സാക്ഷ്യത്തെ കൃപാസനത്തിൻ്റെ സീലുണ്ടാകണം. അപ്പോഴാണ് സാക്ഷ്യം ഞങ്ങൾ സ്ഥിരീകരിക്കണമെന്ന് അറിയണത്. അപ്പോഴേ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞത് ഒരു വിഷയം വരുന്ന സമയത്ത് കൗൺസിലിങ്ങിന് സമയം അച്ഛനുമായിട്ട് കൂടുതൽ കിട്ടും. 1ഉം 2ഉം സാക്ഷ്യങ്ങളിൽ ഇപ്പോൾ ചിലർ 1ഉം 2ഉം പുതുക്കിയ ആൾക്കാർ ചിലർ നിർബന്ധത്തിൽ അച്ഛൻ കാണുന്നുണ്ട്. അവർക്ക് കാര്യങ്ങൾ അച്ഛനോട് പറയാം, അത്യാവശ്യം നിങ്ങൾ പറയാം. പക്ഷേ നമുക്ക് കാര്യം ഒരു എന്തുമാത്രം ആൾക്കാരെ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ പെർഫെക്റ്റ് ഉടമ്പടിയാണ് അച്ഛൻ എപ്പോഴും നോക്കണത്. അല്ല ഉഴപ്പ് ഉടമ്പടി പ്രൊമോട്ട് ചെയ്യത്തില്ല ഒരിക്കലും. എപ്പോഴും ഉടമ്പടിയുടെ നിയമങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് പ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ട്. അപ്പം മുടങ്ങിയതിനൊക്കെ കാരണങ്ങളൊക്കെ ചോദിക്കാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഓഫീസ് വെച്ചിരിക്കണത്. ഓഫീസിൽ നിങ്ങൾക്ക് പറയാനുള്ള പറയണം. അപ്പം മരിച്ചതാണ്, ആശുപത്രിയിൽ പോയി നിന്നതാണെന്നൊക്കെ അവരോട് പറയണം. എന്നോട് വന്ന് പറഞ്ഞ സമയം കളയരുത്. ഞാൻ നോക്കണം നിങ്ങളുടെ ഉടമ്പടി പൊസിഷൻ മാത്രമേ നോക്കണം, പേപ്പർ മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ അത് ഓക്കെ ആയിരിക്കണം എപ്പോഴും.
മൂന്നാമത്തെ സാക്ഷ്യം മുതലാണ് മെസ്സേജിലേക്ക് പോണത്. ആവശ്യമുണ്ട് കർത്താവ് മെസ്സേജ് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് തരും. അത് ഈ മൂന്നാമത് പുതുക്കൽ മുതലാണ്. പക്ഷേ മൂന്നാമത് പുതുക്കിയ ആൾക്കാർ സാക്ഷ്യമില്ലാത്തവരുണ്ട്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ ആ മൂന്നാമത് പുതുക്കിയ പേപ്പർ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന മുമ്പ് സാക്ഷ്യം എഴുതി കൊടുത്ത് ഒരു കോപ്പി നിങ്ങൾക്കും ഒരു കോപ്പി ഓഫീസിന് കൊടുത്തിട്ട് ഓഫീസ് സീൽ വെപ്പിച്ചെടുക്കേണ്ടതാണ്. കാര്യം സാക്ഷ്യമില്ലാത്തവരെ പിന്നെ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ അനുവദിക്കത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, സാക്ഷ്യം ഇത്രയും ഞങ്ങൾ സാക്ഷ്യം കിട്ടാത്തവരെ ഉടമ്പടി ആ സാക്ഷ്യം കിട്ടുന്നവരെ ആവശ്യമൊന്നും കണ്ടാൽ നിങ്ങൾ പ്രെയർ തുടരണം. പുതുക്കുന്നതിലേക്ക് ശ്രദ്ധിക്കരുത്. മൂന്നാമത് പുതുക്കണമെങ്കിൽ സാക്ഷ്യം നമുക്ക് കിട്ടിയിരിക്കണം, എഴുതിയെങ്കിലും കിട്ടിയിരിക്കണം. നാലാമത് പുതുക്കണമെങ്കിൽ സാക്ഷ്യം ആൾത്താരെ പറയണം. എവിടെ? മെയിൻ ആൾത്താരല്ല, ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഇവിടെ ഉടമ്പടി നടക്കുന്നുണ്ട്. ബുധൻ തൊട്ട് ഞായർ വരെ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആൾത്താരുടെ താഴെ ഇറങ്ങി സാക്ഷ്യം പറയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അവിടെ വന്ന് സാക്ഷ്യം പറയണം, എഴുതി കൊടുത്തിട്ട് സാക്ഷ്യം പറയണം. പറയുമ്പോൾ ഇവിടുന്ന് സാക്ഷ്യം പറഞ്ഞു വന്നൊരു കൂപ്പൺ തരും. അതുകൊണ്ട് കൊടുക്കുമ്പോഴാണ് സാക്ഷ്യം പറഞ്ഞിട്ട് നാലാമത് പുതുക്കി തരണത്. പക്ഷേ ആ കൂപ്പൺ സാക്ഷ്യം പറഞ്ഞു എന്നുള്ളത് അതുമേൽ എഴുതിയിരിക്കണം. നാലാമത് നിങ്ങളുടെ ഉടമ്പടി പത്രത്തിൽ എഴുതിയിരിക്കണം. കാര്യം സാക്ഷ്യം പറയാത്തവരും നാലാമത് പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ സാക്ഷ്യം പറയാത്തവരും തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ നിങ്ങളെ സാക്ഷ്യം പറഞ്ഞവർ അതിൻ്റെ കൂപ്പൺ അതിൻ്റെ കൂടെ സൂക്ഷിക്കേണ്ടതാണ്. ഇതെല്ലാം സമയത്തിൻ്റെ ഒരു മെസ്സേജ് കൗൺസിലിങ്ങിന് വരുമ്പോൾ നമ്മളൊക്കെ ഒരാളിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിൻ്റെ അടിസ്ഥാനം നിങ്ങളിതിനു വേണ്ടി ചിലവഴിച്ച സമയവും ദൈവാനുഭവവുമായിട്ട് ബന്ധം. നിങ്ങൾ ഉപവാസമില്ല, പ്രാർത്ഥനയുമില്ല, രോഗികളെ ശുശ്രൂഷിക്കത്തില്ല, ദാനധർമ്മം ചെയ്യത്തില്ല, നഗ്നനയ്ക്ക് വസ്ത്രം കൊടുക്കത്തില്ല, ചുമ്മാ പ്രേക്ഷിത പ്രവർത്തനം മാത്രം നടത്തിയിട്ട് പ്രാർത്ഥനയും കൂടിയാണുള്ള ഒരു സ്വാഭാവികമായ ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ട് സാക്ഷ്യങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. ആ ഉടമ്പടി ഉഴപ്പണ കൊണ്ടാണ്. ഉടമ്പടി ഇവിടുന്ന് പോകും, പ്രാർത്ഥിക്കാൻ വരും, 10 രൂപ മേടിക്കും, വേറെ ഒന്നും ചെയ്യത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഈ പ്രശ്നം വരണത്. അപ്പോൾ അവരത് കറക്റ്റായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഇന്നത്തോടുകൂടി പ്രാർത്ഥനാ ദിവസമുള്ള ഉടമ്പടി എല്ലാം സ്റ്റോപ്പ് ചെയ്യുകയാണ്. പ്രാർത്ഥനാ ദിവസം ഉടമ്പടി എടുക്കും. കണ്ണൂർക്കാർക്കെല്ലാം എടുക്കാമായിരുന്നില്ല നേരത്തെ, ഇനി എടുക്കാൻ പറ്റത്തില്ല. ഇന്നെടുക്കും, അറിയാത്തതുകൊണ്ട്. ഇന്ന് മുതൽ ഇനി എടുക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഉടമ്പടി അവിടെ ശരിയാകണില്ല. ഇത് ധൃതിക്ക് വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി ശരിയാകണില്ല. അതുകൊണ്ട് അവരുടെ സാക്ഷ്യം കറക്റ്റാകണില്ല. കാര്യം അവർക്ക് ഉടമ്പടി എന്താണെന്ന് അറിയാൻ പാടില്ല. തിരക്കിന്, വണ്ടി പോകാനുള്ള തിരക്കിന് അവർ ഓടിച്ച് എന്തെങ്കിലും കേട്ട് എന്തെങ്കിലും കാണിച്ച് കൂട്ടി പോവുകയാണ്. അങ്ങനെയല്ല, ഇത് സിസ്റ്റമാറ്റിക് ആൻഡ് സീരിയസ് പ്രെയറാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ടത് ഇതിനെക്കുറിച്ചുള്ള അറിവും ബോധ്യവുമാണ്. അത് കിട്ടുന്നവരെൻ്റെ മക്കളെ ശ്രദ്ധയോട് വേണം വ്യാപരിക്കാൻ. അഞ്ചാമത് പുതുക്കണാകുമ്പോഴാണ് നമുക്ക് നീല പേപ്പർ കിട്ടുന്നത്. നീല പേപ്പർ കിട്ടി സാക്ഷ്യവും പറഞ്ഞു ഇപ്പോൾ അഞ്ചാമത് പുതുക്കണമെങ്കിൽ നീല പേപ്പർ കിട്ടുമ്പോൾ അതിന് യൂട്യൂബിൽ സാക്ഷ്യം കിടക്കണം. നിങ്ങളുടെ മെയിൻ ഓൾട്ടറെ നിങ്ങളുടെ സാക്ഷ്യം ഉണ്ടാകണം. അത് യൂട്യൂബിലുണ്ടാകും, ലൈവ് പോണ കാരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂട്യൂബിലെ സാക്ഷ്യം നിങ്ങൾ കൗണ്ടറിൽ കാണിച്ചാൽ നിങ്ങൾ 4 പ്രാവശ്യം പുതുക്കിയവരാണെങ്കിൽ അഞ്ചാമത്തത് പുതുക്കി തരും. ഇപ്പോൾ ചില ആൾക്കാരുടെ നീല പേപ്പർ ഇരിപ്പുണ്ട്. അതൊക്കെ ഇപ്പോൾ പഴയ 3 പുതുക്കിയതിൻ്റെ വിലയുള്ളതിന്. കാര്യം സാക്ഷ്യം പറഞ്ഞ് കാണത്തില്ല വരെ. നീല പേപ്പർ ചില ആൾക്കാരുടെ കയ്യിൽ ഇരിപ്പുണ്ട്, കഴിഞ്ഞ കൊല്ലം കൊടുത്തത്. പക്ഷേ അവർ സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ 3 പുതുക്കിയവരുടെ വിലയേ ഉള്ളൂ. അപ്പോൾ അവർ അവർക്ക് ഈസിയാണ്. അവരെ എത്രയും വേഗം തീക്ഷ്ണമായി പ്രാർത്ഥിച്ചിട്ട് ആൾക്കാരെ കയറി സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ ഉപവസിച്ചോ പ്രാർത്ഥിച്ചോ ദാനധർമ്മം ചെയ്തോ ഉടമ്പടിയുടെ സ്പിരിറ്റ് കീപ്പ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സാക്ഷ്യം പറയാൻ പറ്റും. കാര്യം സാക്ഷ്യം റിജക്റ്റ് ചെയ്യണ കൊണ്ടാണ് ഇവിടെ 20-22 സാക്ഷ്യമേ ഇവിടെ പറയിപ്പിക്കത്തുള്ളൂ. നമുക്ക് 60 സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ 40 സാക്ഷ്യവും താഴെ പറയിപ്പിക്കുകയുള്ളൂ. കാര്യം സമയപരിമിതി ഉള്ളതുകൊണ്ടും ഉടമ്പടിയുടെ കറക്റ്റ് നേച്ചറുള്ള സാക്ഷ്യങ്ങളാണ് പകുതി മുക്കാലും. ഇപ്പോൾ ചില പൊട്ട സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കത്തില്ലേ, അത് പൊട്ടയായിട്ടല്ല, അത് നല്ല സാക്ഷ്യം അതിനകത്തുള്ളത് കൊണ്ട് അതിനെയാണ് അത് പ്രൊമോട്ട് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കൂടെ അവർ കയറി പൊട്ടസാക്ഷ്യവും പറയും. അങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി പോണത്. ഇപ്പോൾ ചില ആൾക്കാർ ഇവിടെ മെയിൻ ഓൾട്ടറയിൽ തന്നെ പൊട്ടസാക്ഷ്യം പറയുന്നുണ്ട്. എന്നുവെച്ചാൽ കുറഞ്ഞ ക്വാളിറ്റിയുള്ള സാക്ഷ്യം. അതല്ല അങ്ങനെ പറയാൻ കാര്യം മെയിൻ സാക്ഷ്യം അതിൻ്റെ അകത്ത് ഉടമ്പടി കണ്ടൻറ്റുള്ള ഫീച്ചറുള്ള സാക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടെ അത് സെലക്ട് ചെയ്യുമ്പോൾ അവരിതും പറഞ്ഞു പിടിപ്പിക്കുന്നതാണ് സംഭവിക്കുന്നത്. പക്ഷേ സാക്ഷ്യമാണ് ഇതിൻ്റെ മെയിൻ സംഭവം. എപ്പോഴും നമ്മൾ വളരെ സത്യത്തോടു കൂടി
നല്ല സാക്ഷ്യം ഇവിടെ പറയുക മാത്രമല്ല, നിങ്ങൾ ഈ രോഗികളെ ശുശ്രൂഷിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ദാനം ചെയ്യുകയും ആതുര സേവനങ്ങൾ ചെയ്യും, ഉപവിപ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ വേദസാക്ഷിയായി മാറുകയാണ്. ഉടമ്പടി നമ്മളെ വേദസാക്ഷിയോ രക്തസാക്ഷിയോ ആക്കി മാറ്റുന്ന പ്രാർത്ഥനയാണ്. രക്തസാക്ഷി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, സെബസ്ത്യാനസിനെ പോലെയുള്ള രക്തസാക്ഷികൾ മാത്രമല്ല. ദർ ഇസ് വൈറ്റ് മാർട്ടിഡ, ധവള രക്തസാക്ഷിത്വമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഇപ്പോൾ ഒരു അപ്പൻ സാക്ഷ്യം പറഞ്ഞില്ലേ, 23 വർഷമായിട്ട് ആ മനുഷ്യൻ അപ്പനും മകനുമായിട്ട് സംസാരിക്കുന്നില്ല, അവൻ ആ സ്റ്റബേണാണ്. അപ്പോൾ അവൻ്റെ കൂടെ ജീവിക്കുന്ന രക്തസാക്ഷ്യമാണ് ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് നമ്മൾ സമാധാനത്തോടു കൂടി ഒരാളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണതും അവിടെ വായിൽ നിന്ന് കേൾക്കണതെല്ലാം കേട്ട് സഹിച്ച് ജീവിക്കണത് യേശുവിൻ്റെ നാമത്തിലാകുമ്പോൾ ഇറ്റ് ഈസ് എ വൈറ്റ് മാർട്ടിഡം. നിങ്ങൾ രക്തസാക്ഷിയാണ് മിസ്റ്റർ സെബസ്ത്യാനസിനെ പോലെ. അപ്പോൾ ആ രക്തസാക്ഷിയാകാൻ, കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ ഒരവസരം തന്നതിൽ നിങ്ങൾ ദൈവത്തോട് നന്ദിയാണ് പറയേണ്ടത്. അതിന് പകരം നിങ്ങൾ ചെയ്യണത് നിരാശയാണ് കാണിക്കണത്. അതാണ് വ്യത്യാസം. നിങ്ങൾ രക്തസാക്ഷിയാക്കുമ്പോൾ നിങ്ങൾ നന്ദി പറയണം. അല്ലാതെ അയ്യോ എന്നിട്ട് ഇവൻ നന്നായില്ലല്ലോ എന്നോർത്ത് നിരാശയല്ല പെടേണ്ടത്. നന്ദിയാണ് സാക്ഷിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. നമുക്ക് സമാപന ആശീർവാദത്തിനായി നേർച്ച ഉയർത്തിപ്പിടിക്കാം. വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out His Spirit, touch the fire, soak with the precious and with the authority of the Catholic Church, the power of Jesus Christ, with the emeritus of the Holy Priesthood, I bless and hallow the ceremonies. Those used may have grace and peace and power. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.